VS അച്യുതാനന്ദൻ്റെ മരണം ഏകദേശം മുൻനിര മാധ്യമങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ ഒരു പരസ്യം പോലും ഇടാതെ മണിക്കൂറുകളോളം സംപ്രേഷണം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന ബാർക്ക് റേറ്റിങ്ങിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് എല്ലാ ചാനലുകൾക്കും അറിയാം. അതിനനുസരിച്ചാണ് ഈ ഓരോ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന പരസ്യം, അവരുടെ വരുമാനം എന്നതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയം, ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബാർക്ക് റേറ്റിംഗിൽ വന്നത്. റിപ്പോർട്ടർ മുന്നിലെത്തിയിരിക്കുന്നത്. പക്ഷേ മുന്നിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് 1-ാം നമ്പർ കൈവശം വെച്ചിരുന്ന ഏഷ്യാനെറ്റിനേക്കാൾ ബഹുദൂരം മുന്നിൽ എന്നുള്ളതാണ് വസ്തുത. ആ ബാർക്ക് റേറ്റിംഗിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ പത്രങ്ങളുടെ റേറ്റിംഗ് പോലെ പറയുമ്പോൾ മനോരമ അതിൻ്റെ തൊട്ട് പിറകിലുള്ള പത്രത്തേക്കാൾ ബഹുദൂരം മുന്നിൽ എന്ന് പറയുന്ന പോലുള്ള ഒരു നേട്ടമാണ് റിപ്പോർട്ടർ സ്വന്തമാക്കിയിരിക്കുന്നത്. 191 പോയിൻ്റാണ്. VS അച്യുതാനന്ദൻ്റെ മരണമാണ് ഇത്തരത്തിൽ റിപ്പോർട്ടറിനെ ഈ ഒരു വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം അന്ന് എല്ലാവരും ഏറെക്കുറെ റിപ്പോർട്ടർ കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏഷ്യാൻ ന്യൂസ് ആകട്ടെ 153 പോയിൻറ്റുമായി ഏറെ പിന്നിലാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഒരു 3-4 ആഴ്ചകളിൽ ഇതിൻ്റെ ആ ഒരു അലയൊലികൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ഇനി ഒരു 2-3 ആഴ്ചകളിൽ കൂടി ഇത് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 24 ആകട്ടെ 125 പോയിൻ്റാണ്, പിന്നിലാണ്. അതായത് ഏഷ്യാനെറ്റിനേക്കാൾ ഒരുപാട് പിന്നിലാണ് 24. മാതൃഭൂമി ന്യൂസാണ് മറ്റ് നേട്ടം ഉണ്ടാക്കിയത്. കാരണം മനോരമ ഗ്രാഫിക്സ് മാറ്റിയത് മനോരമയ്ക്ക് കൂടുതൽ നെഗറ്റീവ് ആക്കി എന്നാണ് മനസ്സിലായത്. തിരിച്ചടിയായി. കാരണം മനോരമയുടെ ഗ്രാഫിക്സ് കണ്ടാൽ ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഓൺലൈൻ മാധ്യമത്തിൻ്റെ ലോക്കൽ ചാനലിൻ്റെയൊക്കെ ഒരു പ്രാദേശിക ചാനലിൻ്റെ ഒരു ഗ്രാഫിക്സ് ആണ്. എത്രയോ ലോകത്തിലെ ഏറ്റവും മികച്ച ആരെയൊക്കെ കൊണ്ടുവന്ന് ചെയ്തു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. മനോരമ 58 പോയിൻറ്റുമായി മാതൃഭൂമിക്ക് പിന്നിലാണ്. ഇതോടെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു ചാനലാണ് കൈരളി ന്യൂസ്. 42 പോയിൻ്റാണ് കൈരളി ന്യൂസ് സ്വന്തമാക്കിയത്. ജനം TV ന്യൂസ് മലയാളം 24/7 കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് റേറ്റിംഗിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനം TV ഉൾപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ജനം TV ഇത്തവണ റേറ്റിംഗിൽ വന്നിട്ടില്ല. കൈരളിക്കും താഴെയാണ് ന്യൂസ് മലയാളം 24/7, അതായത് 7ാമതാണ്. ജനം TV ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ 8ാമത് വന്നേനെ. ന്യൂസ് മലയാളം 24/7 33 പോയിൻറ്റുമായി അതിന് പിന്നിലാണ്. അതിൻ്റെ പിന്നിൽ ന്യൂസ് 18 19 പോയിൻറ്റ്, മീഡിയ 1 13 പോയിൻറ്റ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ റേറ്റിംഗ് നിരക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ VS അച്യുതാനന്ദൻ്റെ മരണം ഈ പറഞ്ഞ ഇടവേളകളില്ലാതെ തുടർച്ചയായി സംരക്ഷണം ചെയ്തു. അതിൽ അരുണും സുജയ്യൊക്കെ അവരുടെ ആ സമയത്ത് അവർക്കാണ് കൂടുതൽ റേറ്റിംഗ് വന്നത്. എന്നാൽ ഏഷ്യാനെറ്റും വലിയ രീതിയിൽ അത് നന്നായി കവർ ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും റിപ്പോർട്ടറിൻ്റെ ആ ഒരു റേറ്റിങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അരുൺകുമാറിന് വിമർശനമൊക്കെ വന്നു. അതായത് ഉമ്മൻചാണ്ടിയെ മോശമായി പരാമർശിച്ചു എന്ന തരത്തിലൊക്കെ വിമർശനമൊക്കെ വന്നിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ പേർ കണ്ടത് റിപ്പോർട്ടറാണ്. അപ്പോൾ ആ റിപ്പോർട്ടർ അത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇനി ഏഷ്യാനെറ്റിന് റിപ്പോർട്ടറിനെ മറികടക്കാൻ വലിയ പ്രയത്നം തന്നെ വേണ്ടിവരും. 24 പിന്നെ ഏറെ പിന്നിലായതുകൊണ്ട് ഇനി 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കാനാണ് സാധ്യത. അപ്പോൾ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ജനം TV നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ന്യൂസ് മലയാളം ഇത്തരത്തിൽ പൈസ കൊടുത്തുകൊണ്ട് റേറ്റിങ്ങിൽ മുന്നിൽ വന്നു എന്ന രീതിയിൽ വാർത്താവിതരണ മന്ത്രാലയത്തിന് പരാതി കൊടുത്തതിനെ തുടർന്ന് ജനം TV മാറി നിൽക്കുകയാണ്. ജനം TVയിൽ VSനെ കുറിച്ചുള്ള വാർത്തകൾ വളരെ കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ. കാരണം മറ്റ് ചാനലുകളെല്ലാം ഇത് VS കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ജനം TV മറ്റ് വാർത്തകളാണ് കൊടുത്തത്. സംസ്കാര സമയത്ത് മാത്രം അങ്ങനെ കുറച്ച് സമയം മാത്രമേ അവർ VSന് വേണ്ടി സമയം നീക്കി വെച്ചുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള റേറ്റിംഗ് കണക്കുകളാണ് പുറത്തു വരുന്നത്. അത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ ഓരോരോ ഇഷ്യൂ ബേസ്ഡിലാണ് ഇത്തരത്തിൽ റേറ്റിങ്ങിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ പാക് യുദ്ധം നടന്ന സമയത്ത് റിപ്പോർട്ടർ മുന്നിൽ വന്നിരുന്നു. 24 പറഞ്ഞതുപോലെ ഇവരെ പോലെ കിടപിടിക്കുന്ന ആങ്കർമാരില്ല എന്നുള്ളതാണ് 24 അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം റിപ്പോർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് 24 ആകെ ഉള്ളത് ഒരു ഹാഷ്മിയാണ്. പിന്നെ SKN പക്ഷേ ഒരു പ്രോഗ്രാം മോഡിൽ ഇപ്പോൾ ചെയ്യുന്നതാണ്. വാർത്തയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ചെയ്യുന്നു. SKN ഒരു ഓഡിയൻസ് ഉണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഹാഷ്മിക്കും ഒരു ഓഡിയൻസ്. അതിനപ്പുറത്തേക്ക് 24 ഒരു ആങ്കർ എന്ന് പറഞ്ഞിട്ട് വെക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ ലേഡി ആങ്കർ പോലും അവർക്ക് ഒരു പറഞ്ഞു വെക്കാനാണ് പക്വതയുള്ള ലേഡി ആങ്കർ ഉണ്ടെങ്കിലും, പക്ഷേ ഇതുപോലെ ഈ സ്മൃതിയെയും സുജയെയും പോലെ നിൽക്കുന്ന ഒരു ആങ്കർ അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു. കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് പഠിച്ച് ഡിസ്കഷനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ലേഡി ആങ്കർമാരില്ല എന്നുള്ളതാണ് വസ്തുത.
ഇപ്പോൾ ഈ ഒരു 24-നെ സംബന്ധിച്ചിടത്തോളം ഫേസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ വിജയകുമാറുണ്ട്, ഗോപീഷ്ണുണ്ട്. പക്ഷെ എന്നാലും അവരൊരു ഫേസ് ആയിട്ട് അങ്ങ് വരുന്നില്ല. അതായത് ഫേസ് ആയിട്ട് വന്നാലും ആളുകൾ സ്വീകരിക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ ഇതിനകത്ത് ആളുകൾ. അപ്പോൾ അവിടെയാണ് ഈ അരുൺകുമാറിൻ്റെ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന പോലെ ഇവർ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്ത് അരുൺകുമാർ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം. റിപ്പോർട്ടറിൽ കറക്റ്റായിട്ട് അവർ കൃത്യമായിട്ട് ആങ്കർമാർ അവരവരുടെ രാഷ്ട്രീയം പറയുന്നു. അത് കാണാൻ പോലും വ്യൂവേഴ്സ് ഉണ്ട്. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ പ്രോഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റേറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് കാണാൻ ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. സ്വാഭാവികമായിട്ടും ഞാൻ കണക്കൂട്ടി തന്നെയാണ് റിപ്പോർട്ടർ എന്തായാലും 1-ാം സ്ഥാനത്തേക്ക് ഈ ആഴ്ച വരും എന്നുള്ളത്. പക്ഷേ ഇത്ര വലിയ വ്യത്യാസം ഏഷ്യാനെറ്റുമായിട്ടുണ്ടാകും എന്നുള്ളത് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പോയിന്റ് റിപ്പോർട്ടറിന് കിട്ടുന്നത്. 191 പോയിന്റ് വരെയൊക്കെ എത്തുന്നതെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് ഏഷ്യാനെറ്റുമായിട്ടുള്ള മത്സരത്തിൽ എനിക്ക് തോന്നുന്നു 7 പോയിന്റ് 8 പോയിന്റിൻ്റെ വ്യത്യാസത്തിലും കണ്ടാണ് 1-ാം സ്ഥാനം റിപ്പോർട്ടറിന് കിട്ടിയത്. പിന്നെ ഈ 24-ഉം ഏഷ്യാനെറ്റും തമ്മിൽ 5 പോയിന്റിൻ്റെയോ അങ്ങനെ എന്തോ ചെറിയ ചുരുക്കം ഒരു 20 പോയിന്റുകളിൽ താഴെയുള്ള വ്യത്യാസം മാത്രമാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഏകദേശം 40-50 പോയിന്റിനടുത്തുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കുത്തക ആണ് നമ്മുടെ സ്ഥാനം എന്ന് ചിന്തിക്കുന്ന പല ചാനലുകൾക്കും ആൾക്കാർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ വേറെ പല ചാനലുകളിലേക്കും നമ്മളെ കൈവിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് എല്ലാവരും ഇത് കരുതിയാൽ മതി. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക ഇവരുടെ സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ സാമ്പത്തിക സ്രോതസ്സിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും. റിപ്പോർട്ടറിലേക്ക് സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ ഈ ആളുകൾ തയ്യാറാവും കൂടുതലായിട്ട്. കാരണം ഏതിലാണോ പ്രേക്ഷകർ കൂടുതൽ സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണല്ലോ ഓരോ പരസ്യ കമ്പനികൾ അവർക്ക് പരസ്യം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും റിപ്പോർട്ടറിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇത് സാധിക്കും എന്നുള്ളതാണ്. അവർ പണിയെടുത്തതിനുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിൽ വേറൊരു കാര്യം, ഇപ്പോൾ ഈ കൈരളി ന്യൂസ് ഇപ്പോൾ വലിയ നേട്ടം ഉണ്ടാക്കും. അതായത് ഈ നമുക്കറിയാം ഇലക്ഷൻ സമയത്ത്, അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ, ഇതൊക്കെ പൂർണ്ണമായും ലൈവ് സംരക്ഷണമായിരിക്കും. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഴുവൻ കൈരളി കൊടുക്കും. ആ സമയത്ത് CPM-കാർ ഉൾപ്പെടെ ഒരുപാട് പേർ കൈരളി കാണാറുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ ന്യൂസ് മലയാളം താഴേക്ക് പോയി. കാരണം ന്യൂസ് മലയാളവും ഇപ്പോൾ നിലവിലുള്ള ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂസ് മലയാളവും ഒരു സർക്കാർ അനുകൂല വാർത്തകൾ കൊടുക്കുന്നു എന്നൊരു പേര് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ നേട്ടം ന്യൂസ് മലയാളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ ജനം TV-യുടെ പരാതിയുമൊക്കെ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പറഞ്ഞതുപോലെ ആങ്കർമാർ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പം വിജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടറിൽ കിടപിടിക്കുന്ന ആങ്കർമാർ മറ്റ് സ്ഥാപനങ്ങളിൽ നോക്കുമ്പോൾ അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ന്യൂസ് മലയാളം 24/7-ലും പല പ്രമുഖ ചാനൽ ഇരുന്നവരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു സിമ്പിൾ സാധനം ചോദിക്കട്ടെ. പിന്നീട് മുമ്പ് നമ്മൾ വിനു വി ജോണിന്റെ ചർച്ച ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പോൾ അരുണും വിനു വി ജോണും രണ്ടുപേര് 2 സ്ഥാപനങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പം ആളുകൾ കൂടുതൽ കാണുന്നത് ഇപ്പോൾ ആരുടെ ചർച്ചയാണ്? ഇപ്പൊ അരുണിൻ്റെതാവാം സാധ്യതയില്ലേ? അതെ, ഉണ്ട്. കാരണം അരുണിന്റെ എനിക്ക് തോന്നുന്നു ചർച്ചയേക്കാൾ ഉപരി രാവിലത്തെ മോർണിംഗ് ഷോയ്ക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. വിനു വി ജോണിന്റെ ചർച്ചയ്ക്ക് ഇപ്പോഴും ആൾ കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു വിനു വി ജോൺ തന്നെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ അരുൺകുമാറിൻ്റെ രാവിലത്തെ മോർണിംഗ് ഷോയാണ് എല്ലാവരും ഇടിച്ചു കയറി കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ അതിനൊപ്പം നിൽക്കാൻ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത്രയും ഇപ്പോൾ കയറി വരുന്നില്ല. കണ്ടൻറ് ബേസിൽ എനിക്ക് തോന്നുന്നു അരുൺകുമാറിൻ്റെ ആ ഒരു രാവിലത്തെ മോർണിംഗ് ഷോയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ശ്രീകണ്ഠൻ നായർ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെയാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.